ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ആദ്യ നടപടി കൃഷിവകുപ്പിലെ മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 പേരെ സസ്പെൻഡ് ചെയ്തു. കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രജിത് മോഹനുണ്ട്. പ്രജിത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ക്ഷേമ പെൻഷൻ അനർഹമായി തട്ടിയെടുത്തു എന്ന് കണ്ടെത്തിയിരിക്കുന്ന 1488 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ളതിൽ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്നവർക്കെതിരെയുള്ള ആദ്യ നടപടി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. കൃഷി വകുപ്പിലെ 6 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പാർട്ട് ടൈം സ്വീപ്പർമാർ മുതൽ വർക്ക് ഓഫീസർമാർ വരെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നടപടി നേരിട്ടിരിക്കുന്നത്. ഇതിൽ 6 പേരിൽ 5 പേരും സ്ത്രീകളാണ് എന്നുള്ളതാണ് ഈ ഉത്തരവിലൂടെ മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും ആദ്യ നടപടിയാണ്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കൃഷി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു ഉത്തരവിറങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മറ്റ് വകുപ്പുകളിലും ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ ക്ഷേമ പെൻഷൻ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കാര്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു വലിയ വിമർശനം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണമൊക്കെ പാതി വഴിയിൽ നിലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ 18% പിഴപ്പലിശയോടെ ഇത്തരത്തിൽ ഇവരുടെ കയ്യിൽ നിന്ന് പണം തിരിച്ചുപിടിക്കണമെന്നുള്ള ഉത്തരവ് വന്നിരുന്നെങ്കിലും അതിനും കാര്യക്ഷമമായ നടപടികൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനമൊക്കെ നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ 6 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ച കൃഷി വകുപ്പ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇനി മറ്റ് വകുപ്പുകളിലും ഒക്കെ ഈ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ദൃശ്യ പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. 6 സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൃഷി വകുപ്പിലെ മണ്ണ് സംരക്ഷണ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. കൈപ്പറ്റിയ പണം ഇവർ തിരികെ അടയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.